ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയായിട്ട് ഉദയഭാനു ശ്രീകലയും കൂടി ഒരു ഓട്ടോയൊക്കെ വിളിച്ച് അവരുടെ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് അവിടെ പോയി ഇരിക്കാട്ടോ. ദേവിയാണെ ആകെ തകർന്നടിഞ്ഞതുപോലെ ഒന്നും മിണ്ടാതെ ഇരിക്കുക. അത് കാണുന്ന ശ്രീകലയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മോളെ ദേവി, നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്നോട് തെറ്റ് മുഴുവനും ചെയ്തത് ആ ആനന്ദും ദേവമംഗലത്തുള്ളവരുമാ. അവരെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയാണ്. പെട്ടെന്ന് ഉദയഭാനും പറയും, മോളെ നീ ഒന്ന് സമാധാനപ്പെട്. 2 ദിവസം നീ ഈ വീട്ടിൽ നിൽക്ക്. അപ്പോഴേക്കും എല്ലാം ഒന്ന് ആറി തണുക്കും. നിന്നെ വീണ്ടും ദേവമംഗലത്ത് എത്തിക്കുന്ന കാര്യം ഈ അച്ഛൻ ഏറ്റു. നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ കഴിഞ്ഞിരുന്ന ആ ചേരിയിലെ ചെറ്റക്കുടല്? ആ ചെറ്റക്കുടലിൽ നിന്ന് ദേവമംഗലം പോലൊരു തറവാട്ടിൽ നിന്നെ മരുമകളായി അച്ഛൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നിന്നെ അവിടെ വാഴിക്കാൻ ഈ അച്ഛനറിയാം. അച്ഛൻ്റെ ബുദ്ധിക്ക് ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ചു എന്നും കരുതി അങ്ങനെ ഉപേക്ഷിച്ച് കളയാവുന്നൊരു ബന്ധമാണോ ആനന്ദ് നീയുമായിട്ടുള്ളത്? അതുകൊണ്ട് എൻ്റെ മോള് ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. നീ വീണ്ടും അവിടെ ജീവിക്കുക തന്നെ ചെയ്യും. നിനക്ക് വേണ്ടി ഈ അച്ഛനുണ്ട്, അച്ഛൻ്റെ ബുദ്ധിയുണ്ട് എന്ന് പറയാണ്. അത് ശ്രീകല പറയും, ഒരച്ഛൻ്റെ ബുദ്ധി? ദേ, നിങ്ങളുടെ ബുദ്ധി പ്രയോഗിച്ച ഇവള് ഇങ്ങനെ പെരുവഴിയിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട എന്നെ കൊണ്ട്. അല്ല, നിങ്ങൾ എന്താ ഇത്ര വലിയ ബുദ്ധി ഉപദേശിച്ച് കൊടുക്കാൻ പോകുന്നത് ഇവൾക്ക് എന്ന് ചോദിക്കുക. അത് പിന്നെ ശ്രീകലെ, നീ എന്നെ ഇങ്ങനെ ആക്ഷേപിക്കരുത്. ഒരിക്കൽ ആനന്ദ് ഇവളെ ഉപേക്ഷിക്കാനായിട്ട് തുനിഞ്ഞതല്ലേ? അന്ന് ആനന്ദ് തന്നെ ഇവളെ കൂട്ടിക്കൊണ്ട് പോയില്ലേ? അതുപോലെ ഇവിടെയും നമുക്ക് സാഹചര്യങ്ങൾ അനുകൂലമാക്കി എടുക്കാം എന്ന് പറയാം. ഒരു സാഹചര്യങ്ങൾ അനുകൂലമാക്കി എടുക്കുന്നു പോലും. ദേ മനുഷ്യ, അന്നത്തെ അവസ്ഥയൊന്നും അല്ല ഇന്ന്. അന്ന് ഇവള് ഗർഭിണി ആയതുകൊണ്ട് മാത്രമാ ഇവളോട് ക്ഷമിച്ച് ആനന്ദ് ഇവളെ കൂട്ടിക്കൊണ്ട് പോയത്. നമ്മൾ വിശക്കുപ്പിയും പിടിച്ച് ഇവിടെ ഇരുന്നതൊക്കെ നിങ്ങൾ ഇത്ര വേഗം അങ്ങ് മറന്നു പോയോ എന്ന് ചോദിക്കുക. അപ്പം ഉദയഭാനു ഒന്ന് പരിങ്ങോട്ടോ. അത് പിന്നെ ശ്രീകലെ, ഇതും നമുക്ക് അനുകൂലമാക്കി എടുക്കാമെന്നാ ഞാൻ പറഞ്ഞത്. എൻ്റെ ബുദ്ധിക്ക് ഒരു കോട്ടവും വന്നിട്ടില്ല എന്ന് പറയാം. ദേ, നിങ്ങൾ മിണ്ടിപ്പോകരുത്. നിങ്ങൾ ഓരോ തവണയും ഓരോ കള്ളത്തരങ്ങൾ ഇവർക്ക് ഉപദേശിച്ചു കൊടുക്കുമ്പം ഞാനും പറയുന്നതാ, അതൊന്നും വേണ്ട, ഇതൊക്കെ കൂടുതൽ പുലിവാലാവത്തയോ ഉള്ളെന്ന്. അപ്പം നിങ്ങൾ പറയും, ഒരു കുഴപ്പമില്ല ശ്രീകലെ, ഞാനുണ്ടല്ലോ എന്ന്. ഇപ്പോഴും നിങ്ങളുണ്ടല്ലോ. എന്നിട്ട് നമ്മുടെ മകളെ അവരെല്ലാവരും കൂടി അടിച്ചിറക്കി പുറത്താക്കിയപ്പം നിങ്ങൾ നോക്കുകുത്തിയ പോലെ നോക്കി നിൽക്കാനല്ലേ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ പറയണ്ട കേട്ടോ. നിങ്ങൾ ഇവളുടെ ജീവിതത്തിൽ ഇടപെട്ട ഇവളുടെ ജീവിതം ഇതുപോലായി തീർന്നത് എന്ന് പറയാണ്. ആ ദേവമംഗലത്തുള്ളവര് മനസാക്ഷിയില്ലാത്ത വർഗങ്ങള്, അവരെ ഞാൻ വെറുതെ വിടത്തില്ല, നശിച്ചു പോകത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശ്രീകല പ്രാകുമ്പോൾ അത് കേൾക്കുന്ന ദേവി പറയും, അമ്മേ, അച്ഛാ, ദേ, ഇതിൽ നിങ്ങൾ 2 പേരെ ഇടണ്ട. ഇത് ഞാനും എൻ്റെ കുടുംബവും തമ്മിലുള്ള പ്രശ്നമാണ്. ഞാൻ തന്നെ ഇടപെട്ട് അത് പരിഹരിച്ചോളാം. നിങ്ങൾ 2 പേരും ഇടപെട്ട് ഇത് കൂടുതൽ രൂക്ഷമാക്കി തരണ്ട എന്ന് പറയാം. നിന്റെ കുടുംബമോ? ഏതാടി നിന്റെ കുടുംബം? ആ കോതമംഗലമോ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ കുടുംബം എന്ന് പറയുന്നത് ഞാനും ദേ ഈ ഇരിക്കുന്ന നിന്റെ അച്ഛനും വിദ്യയും ചേർന്നതാ. അല്ലാതെ ആ പേട്ട് ദേവമംഗലത്തുകാരല്ല നിന്റെ കുടുംബം. ഓ, നിനക്ക് അവരോടാണല്ലോ അല്ലേലും സ്നേഹവും കരുതലും കൂടുതൽ. നീ എന്നെക്കാളും സ്നേഹിച്ചതല്ലേ ആ ഗോമതിയെ? ഗോമതി എന്ന് പറയുമ്പം നിനക്ക് എന്തുമാത്രം സ്നേഹമായിരുന്നു. സ്നേഹം വഴിഞ്ഞങ്ങ് ഒഴുകുമായിരുന്നില്ലേ? എന്നിട്ട് അവള് നിന്നെ കൈ പിടിച്ച് പുറത്താക്കിയത് നിന്റെ മനസ്സിൽ ഉണ്ടോടി എന്ന് ചോദിക്കുക. ഒരു ബാലച്ചൻ എന്ന് പറയുമ്പം ഇങ്ങനെക്കാലം സ്നേഹമായിരുന്നല്ലോ നിനക്ക്. കൂടപ്പിറപ്പുകൾ എന്ന് പറഞ്ഞ് നീ അവിടെയുള്ള ആ മീനുവിനെയും മിത്രയും പിന്നെ നിന്റെ അനിയന്മാരാണെന്നും പറഞ്ഞ അവന്മാരെയും എന്തുമാത്രം സ്നേഹിച്ചത്. സ്വന്തം രക്തത്തിൽ പിറന്ന നിന്റെ കൂടപ്പിറപ്പ് വിദ്യയോട് ഇതിന്റെ 10-1 സ്നേഹം നീ കാണിച്ചിട്ടുണ്ടോടി എന്ന് ചോദിക്കുക. എല്ലാത്തിനും ഉള്ളത് നിനക്കിപ്പം നന്നായിട്ട് കിട്ടി ബോധിച്ചിട്ടുണ്ടല്ലോ. ഇനിയെങ്കിലും അവരെ അത്രയ്ക്കങ്ങ് സ്നേഹിക്കാൻ നിൽക്കണ്ട. അവർ ചെയ്തതൊന്നും ഈ ശ്രീകല ഒരിക്കലും ക്ഷമിക്കാനും പോകുന്നില്ല. എൻ്റെ മോളെ അവിടുന്ന് അടിച്ചിറക്കിയെടുത്ത് തന്നെ നിന്നെ ഒരു രാജ്ഞിയെ പോലെ വാഴിച്ച് ഈ അമ്മ കാണിച്ചു തരാം എന്ന് പറയാം. ശ്രീകല, നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ഉദയഭാനു ചോദിക്കാം. ശ്രീകല, മിണ്ടിപ്പോകരുത്. നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾ ബുദ്ധി പ്രയോഗിച്ചാണ് ഇവളെ ഈ വഴിയിലാക്കി തീർത്തത്. ഇനി ഈ ശ്രീകല കളത്തിലിറങ്ങാൻ പോകുന്നത്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ കണ്ടോ ഉദയേട്ടാ? നമ്മുടെ മകളെ വേദനിപ്പിച്ച, നമ്മളെ ഇത്രയധികം അപമാനിച്ച ആ ദേവമംഗലത്തുകാര് നമ്മുടെ കാലി വീണ് കരയുന്നത് ഈ ശ്രീകല കാണിച്ചു തരാം. നമ്മുടെ മകളെ ആനയിച്ച് അവിടെ കൊണ്ട് ആനന്ദ് വാഴിക്കും. ഇല്ലെങ്കിൽ ഈ ശ്രീകല വാഴിപ്പിക്കും. എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ദേവമംഗലത്തുള്ളവർ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഞാനിന്ന് നേരിട്ട അപമാനം അതൊരിക്കലും ഞാൻ മറക്കില്ല. ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും മുന്നിൽ ദേവമംഗലത്തുകാർ നാണം കെട്ട് നാറി നിൽക്കുന്നത് ഈ ശ്രീകല കാണിച്ച് തന്നിരിക്കും എന്ന് വാശിയോട് കൂടി പറയാം. അമ്മേ, വേണ്ട, ഇത് ഞാൻ തന്നെ പരിഹരിച്ചോളാം എന്ന് പറയാം. മിണ്ടാതിരിക്കട്ടെ അവിടെ.
നിനക്കൊന്നും പരിഹരിക്കാൻ കഴിയില്ല. ഞാൻ തന്നെ ഇതിൽ ഇടപെടാൻ പോകുക. ഇനി ഇത്രയും നാളും നിങ്ങൾ പറയുന്നത് കേട്ട് എല്ലാം ശിരസ വഹിച്ച് ജീവിച്ചവളാ ഞാൻ. ഇനി എൻ്റെ വഴികളിൽ ഉദയേട്ടൻ തടസ്സമായി വരാൻ പാടില്ല. ഞാൻ തീരുമാനിക്കും കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഈ സ്ത്രീകളെ ആയിരിക്കും എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം രാവിലെ തന്നെ നമ്മുടെ ബാലൻ ഒന്ന് ക്ഷേത്രത്തിലൊക്കെ വന്നിരിക്കുക. അപ്പൊ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പം കുറച്ച് പരിചയക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരും ബാലനോട് അന്വേഷിക്കാം, ബാലന്റെ മൂത്ത മരുമകള് പിണങ്ങിപ്പോയല്ലേ എന്ന് ചോദിക്കുക. പിണങ്ങിപ്പോവാനോ എന്ന് ആനന്ദ് ഭയങ്കര കുടിയാണെന്നാണല്ലോ പരക്കെ ആൾക്കാർ പറയുന്നത്. എന്ത് ചെയ്യാനാ, ഇന്നത്തെ കാലത്ത് മദ്യപാനികളായിട്ടുള്ളവരുടെ കൂടെയൊന്നും ഒരു പെൺകുട്ടികളും ജീവിച്ചു പോകില്ല. ആ കുട്ടി ആയതുകൊണ്ട് ഇത്രയും കാലം പിടിച്ചു നിന്നത്. വല്ലാത്ത മദ്യപാനം സഹിക്കാൻ വയ്യാതായപ്പോഴായിരിക്കും ദേവി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ആ കുട്ടിയെ പോലൊരു കുട്ടിയൊന്നും ഒരിക്കലും ആനന്ദിനെ ഉപേക്ഷിച്ച് പോകത്തില്ല എന്നൊക്കെ പറയാം. കാലം അല്ലാതെ എന്ത് പറയാനാ. ഇന്നത്തെ കാലത്ത് എല്ലാ ആൺകുട്ടികളും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടുകാരിങ്ങനെ തല താഴ്ത്തി നിൽക്കേണ്ടി വരും എന്ന് പറയാം. അപ്പൊ ബാലൻ ചോദിക്കും, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആനന്ദ് കുടിക്കുകയോ? ബാലേട്ടൻ ഒന്നും അറിയാത്തതുപോലെ ഒന്നും നിൽക്കണ്ട. നമ്മളും ഈ നാട്ടിൽ തന്നെ ഉള്ളവരാ. ഇവിടെ എല്ലാവരും എല്ലാം കാണുന്നുണ്ട് ബാലേട്ട എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ബാലൻ പിന്നെ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ട് സങ്കടത്തോടു കൂടി ഇങ്ങോട്ട് വരുമ്പോഴാണ് പെട്ടെന്ന് ഉദയഭാനുവിനെ കുറിച്ച് ബാലൻ പണ്ട് അന്വേഷിച്ചിരുന്ന ആ ചായക്കടക്കാരനെ കാണുന്നത്. പെട്ടെന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാലന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഉദയഭാനു ഒരു ഫ്രോഡാണെന്നും 10 പൈസ കയ്യിലെടുക്കാനില്ല എന്നും നാട്ടുകാരെ പറ്റിച്ചാണ് ജീവിക്കുന്നതെന്നും തുടങ്ങി സകല കാര്യങ്ങളും മനസ്സിലേക്ക് വരിക. പെട്ടെന്ന് ബാലൻ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കും, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം അയാൾക്ക് ബാലനെ ഓർമ്മയൊന്നും ഇല്ല കേട്ടോ. ഇല്ല, ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് അയാൾ അപ്പോൾ പറയാണ്. ദൈവം ചിലരെ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കും കണ്ണു തുറപ്പിക്കാനായിട്ട്, നമുക്ക് തെറ്റുപറ്റുമ്പം ശരിയായ വഴി കാണിച്ചു തരാനായിട്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം അയച്ച ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. പക്ഷെ ഞാനത് മനസ്സിലാക്കിയില്ല. ഞാനത് മനസ്സിലാക്കാതെ നിങ്ങളെയും തെറ്റിദ്ധരിച്ചു. അതിൻ്റെ ശിക്ഷ ഇന്ന് എനിക്ക് കിട്ടി എന്നും പറഞ്ഞ് ബാലൻ അവിടെ നിന്നിങ്ങോട്ട് പോവാം. അപ്പോൾ ബാലൻ പറഞ്ഞതൊന്നും ഇയാൾക്ക് ശരിക്കും മനസ്സിലായിട്ട് പോലും ഇല്ല കേട്ടോ. അയാൾ ബാലൻ പോകുന്നതും നോക്കി നിൽക്കുകയാണേ. പിന്നീട് കാണിക്കുന്ന കൃഷ്ണമംഗലമാണ്. കൃഷ്ണമംഗലത്ത് സുകന്യ അടുക്കളയിൽ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ധർമ്മൻ അടുത്തേക്ക് ചെന്ന് സുകന്യ എന്ന് പറഞ്ഞ് വിളിക്കാം. എന്താ ധർമ്മേട്ട എന്ന് പറയാ. അതെ, ഞാൻ ദേവമംഗലത്തേക്ക് വരുന്നു പോവാ. ദേവമംഗലത്തേക്കോ? എന്തിന്? അതിന്റെ എന്താവശ്യമുള്ളത്? കള്ളനെന്നും വിളിച്ച് നിങ്ങളെ ആട്ടി ഓടിച്ചതൊക്കെ മറന്നു പോയോ? കാല് പിടിച്ച് വീണ്ടും അവിടെ പറ്റിക്കൂടാനാണോ? ധർമ്മേട്ടന് വട്ടായി പോയോ എന്ന് ചോദിക്കുക. എനിക്ക് വട്ടൊന്നും ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ഒന്ന് അന്വേഷിച്ച് പോകണമെന്ന്. എത്ര വലിയ ദുഃഖത്തിലൂടെ അവരിപ്പോൾ കടന്നു പോകുന്നത്. അപ്പം ഞാനൊന്ന് ചെല്ലണ്ടേ? ഒരു മരണവീട് പോലെയാ ദേവിയില്ലാത്ത ദേവമംഗലം. ഈ സാഹചര്യത്തിൽ ഒന്ന് പോകേണ്ടത് മര്യാദയല്ലേ സുകന്യെ എന്ന് ചോദിക്കുക. ഇത്രയും കാലം അവിടുത്തെ ചോറല്ലേ ഉണ്ടത്? എങ്ങനെ അവിടുത്തെ ചോറ് നമ്മൾ ഉണ്ടേന്നോ? ദേ ധർമ്മേട്ടന് കിട്ടേണ്ട പ്രതിഫലത്തിൽ നിന്നാ അവരുണ്ടത്. സുകന്യെ, ദേ കടയിൽ നിന്ന് പണം എങ്ങനെയാ പോയതെന്ന് വെളിച്ചത്ത് വന്നല്ലോ. ഞാൻ കള്ളനല്ലെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്തു. ആ ഉദയഭാനു അല്ലായിരുന്നു എല്ലാത്തിനും പിന്നില്? ആണല്ലോ, അത് സമ്മതിച്ചല്ലോ. കാര്യങ്ങളെ വ്യക്തമാകുന്നതിന് മുന്നേ ധർമ്മേട്ടനെ കള്ളനാക്കിയതല്ലേ അവരെല്ലാവരും കൂടി ചേർന്ന്. ഇത്ര വേഗം അത് മറന്നുപോയോ? യഥാർത്ഥ കള്ളനെ പിടികിട്ടിയെന്നും പറഞ്ഞ് ധർമ്മേട്ടനെ അവഹേളിച്ചതൊന്നും ഇല്ലാതായി പോകുന്നില്ലല്ലോ. ധർമ്മേട്ടൻ അങ്ങോട്ട് പോകണ്ട, എനിക്കത് ഇഷ്ടമല്ല. അവിടുന്ന് ഇപ്പം ദേവിയെ പോയിട്ടുള്ളൂ. നോക്കിക്കോ, നാളെ മീനാക്ഷിയും മിത്രയും ഒക്കെ പോകും. ഒരു ദേവമംഗലം. അവിടെ വന്ന് അവസാനം ദേവമംഗലത്ത് ബാലേട്ടൻ മാത്രമാകും എന്ന് പറയാം. പെട്ടെന്ന് അച്യുതൻ അങ്ങോട്ട് വരാം. എന്താ സുകന്യ ഇവിടെ സംസാരം എന്ന് ചോദിക്കാം. ഇത് കേട്ടോ അച്ഛേട്ടാ പറയുന്നത്, ഇവിടെ ഒരാൾക്ക് ദേവമംഗലത്തെ ദുഃഖവിവരം അന്വേഷിക്കാൻ പോണോന്ന്. ദേവമംഗലത്തെ ദുഃഖം അന്വേഷിക്കണമെന്നോ? എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുക. അത് പിന്നെ ഏട്ടാ, ആനന്ദ് വെറും പാവമല്ലേ? അവനാകെ തകർന്ന അവസ്ഥയിലായിരിക്കില്ലേ? അവനെ ഒന്ന് പോയി കാണണം, അവനെ ഒന്ന് ആശ്വസിപ്പിക്കേണ്ടത് ഒരു മര്യാദയല്ലേ എന്ന് അച്യുതനോട് പറയാം. അളിയനോടുള്ള വിരോധം എന്തിനാ പിള്ളേരോട് കാണിക്കുന്നേ? എടാ മണ്ട, വെറുതെ അല്ല നിന്നെ ഇത്രയും കാലം അവരെല്ലാവരും കൂടി ചേർന്ന് മണ്ടനാക്കിയത്. നിന്റെ അവകാശങ്ങളെല്ലാം അവർ തട്ടിപ്പറിച്ചെടുത്തത്. രക്ഷപ്പെട്ടു വന്നിട്ടും വീണ്ടും പുലിയമടയിൽ പോയി തല വെക്കാനാണോ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കാം. ഏട്ടാ, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. നിന്റെ ഉദ്ദേശം മനസ്സിലായി. നിന്നെ അവിടുന്ന് ആരോ സ്വാധീനിച്ചിട്ടുണ്ട്, അത്ര തന്നെ. അയ്യോ, അങ്ങനെയൊന്നും അല്ല ഏട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അളിയനെ കാണാനൊന്നും അല്ല പോകുന്നത്, ആനന്ദിനെ കാണാനാ. എടാ ധർമ്മ, എന്ത് ആവശ്യം ഇതിനുള്ളത്? അവിടെയുള്ള ആനന്ദോ ആകാശോ ആരിനോ ഒക്കെ പറഞ്ഞു വരുമ്പം ഒരു ബാലന്മാര് തന്നെയാ. വിഷങ്ങളാ എല്ലാം. കൃഷ്ണമംഗലത്തുനിന്ന് പാര വെക്കുന്നവരാ അവന്മാരെല്ലാം. അവന്മാര് മൂന്നും കൂടി എത്ര പ്രാവശ്യം അലോകനെ തല്ലി ചതച്ചിട്ടുണ്ട്. ദേ നോക്ക്, ദേവമംഗലത്ത് പോയാൽ പിന്നെ നിന്നെ അനിയനാണെന്നൊന്നും ഞാൻ നോക്കില്ല. എനിക്ക് പിന്നെ ആ ഒരു സ്നേഹം നിന്നോട് കാണിക്കാനും പറ്റില്ല. ദേ ഇല്ലാത്ത കാശ് കണ്ടെത്തിയ നിനക്കൊരു കട
ഇടാൻ പോകുന്നേ. നീയും സുകന്യയും കൂടി ആ ബിസിനസ് വളർത്തി ഈ നാട്ടിലെ ഏറ്റവും വലിയ വ്യാപാരികളായി മാറണം. അതാ എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. അതാ എൻ്റെ സ്വപ്നം. അത് നടത്തിയെടുക്കണമെങ്കിലേ ഉള്ളിലൊരു മത്സരബുദ്ധി വേണം. അല്ലാതെ നീ അവരോട് ഇപ്പോഴും ദയയും കാരുണ്യം കാണിച്ചുകൊണ്ട് നിന്നാലേ ഒരിക്കലും നീ വിജയിക്കില്ല. എടാ, ഒരു ശത്രു ഉണ്ടെങ്കിലേ അവനേക്കാ വലുതായി മാറണമെന്നൊരു തോന്നലുണ്ടാവും. എൻ്റെ നിന്റെയൊക്കെ ശത്രു ദേവമംഗലമാ. അപ്പം ദേവമംഗലത്തിന് മുകളിലെത്താനാ നീ പരിശ്രമിക്കേണ്ടത്. മനസ്സിലായോ? അല്ലാതെ അവരോട് കാരുണ്യം കാണിച്ചുകൊണ്ടിരുന്ന നീ ഒരിക്കലും വളരില്ല. ധർമ്മേട്ടന് വേണ്ടി കട്ടയ്ക്ക് കിട്ടുന്ന ഇങ്ങനൊരു ഏട്ടനെ കിട്ടിയത്. ധർമ്മേട്ടൻ സകല ദൈവങ്ങളോടും പ്രാർത്ഥിക്കുക വേണ്ടത് എന്ന് സുകന്യയും ധർമ്മനെ ഉപദേശിച്ചു കൊടുക്കുക. എടാ, നിനക്ക് ആനന്ദിനെ കാണാൻ പോകണോ എന്ന് വീണ്ടും ചോദിക്കുക. വേണ്ട എന്ന് പറഞ്ഞ് ധർമ്മൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അച്യുതൻ പറഞ്ഞതൊക്കെ ധർമ്മന്റെ മനസ്സിലൊരു വാശിയായിട്ട് കിടക്കുന്നുണ്ട്. പെട്ടെന്ന് പറയാ, അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം. അവന്റെ മനസ്സിൽ ദേവമംഗലത്തുകാരോട് ഒരു ഇഷ്ടം വീണിട്ടുണ്ട്. ഇല്ല, ഇനി ഒരിക്കലും അങ്ങനെ ഒരു ഇഷ്ടം വീടില്ല. ഇനി ചത്താലും അങ്ങോട്ട് തിരിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല അച്ചുവേട്ടാ. അങ്ങനെ ധർമ്മേട്ടന്റെ മനസ്സിലൊരു ഇഷ്ടം തോന്നിയാൽ അത് മുളയിലെ ഞാൻ നുള്ളുന്ന കാര്യം ഈ സുകന്യ ഏറ്റു എന്ന് സുകന്യ അച്യുതനോട് പറയാം. അത് കേൾക്കുമ്പോൾ അച്യുതനും വളരെയേറെ സന്തോഷം തോന്നുവാണ് കേട്ടോ. ഇതേസമയം ആനന്ദ് ദേവമംഗലത്ത് മുറ്റത്തൊരു മരത്തിന്റെ ചുവട്ടിൽ ആകെ ചിന്തിച്ചിരിക്കുകയാണ്. ആനന്ദിന്റെ അവസ്ഥ കാണുന്ന ആര്യനും ആകാശം കൂടി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഏട്ടാ എന്നും പറഞ്ഞ് വിളിക്കുക. എന്തൊരു ഇരിപ്പാ ഏട്ടാ ഇത്, ഇങ്ങനെ ഒന്നും കഴിക്കാതെ ചിന്തിച്ച് എത്ര നേരം ഒരിടത്തിരിക്കും എന്ന് ചോദിക്കാം. എടാ, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? അവള് പോയതുകൊണ്ടാണോ? അത് നന്നായി എന്ന് ആനന്ദ് അപ്പൊ പറയാം. ഇതുകൊണ്ടെല്ലാം അവസാനിപ്പിച്ചുവെന്ന് ഏട്ടൻ കരുതുന്നുണ്ടോ എന്ന് ആര്യൻ ചോദിക്കുക. ഏട്ടാ, ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല. ആ ഉദയഭാനുവിന്റെ സ്വഭാവം വെച്ച് അയാൾ അടങ്ങിയിരിക്കത്തില്ല എന്ന് ആകാശ് പറയാം. അതെനിക്കറിയാം. അയാളുടെ സകല കളികളും കണ്ടിട്ടുള്ള ഒരുത്തൻ തന്നെയാണ് ഞാൻ. അയാൾ അടങ്ങിയിരിക്കില്ല. പക്ഷേ ഇനി എന്നെ പറ്റിക്കാൻ അയാൾക്കും അയാളുടെ മോൾക്കും പറ്റില്ലടാ. അങ്ങനെ അവരുടെ മുന്നിൽ പറ്റിക്കാൻ ഈ ആനന്ദ് നിന്ന് കൊടുക്കേയില്ല എന്ന് ആനന്ദ് തീർത്തു പറയാം. ഏട്ടൻ ഇതൊക്കെ എത്രയും കാലം എങ്ങനെ സഹിച്ചു എന്ന് ആരും ചോദിക്കുമ്പോഴാ അത് ആലോചിക്കുമ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഏട്ടന് ഞങ്ങളോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നടാ? സത്യങ്ങൾ അറിയുന്ന നിമിഷം നമ്മുടെ അച്ഛനും അമ്മയും തകർന്നു പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാ ഇത്രയും കാലം ഞാൻ ഇതെല്ലാം സഹിച്ചത്. അവരിതൊന്നും ഒരിക്കലും അറിയരുതെന്നാ ഞാൻ ആഗ്രഹിച്ചതും. പക്ഷെ ഗതി കെട്ടപ്പോൾ ഞാൻ പറഞ്ഞു പോയതാടാ. ഞാൻ എത്ര വേദനിച്ചാലും എൻ്റെ അച്ഛൻ ആരുടെ മുന്നിൽ തല താഴ്ത്തുന്നത് എനിക്ക് സഹിക്കാനായിട്ട് സാധിക്കില്ല. എടാ, പക്ഷെ നമ്മുടെ മാമനും കൂടി ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം വന്നപ്പം ഞാനൊന്നും നോക്കിയില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാം പുറത്തു കൊണ്ടുവന്നത്. ഇനി അവൾ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഇനിയും അവരിവിടെ നിർത്താൻ പാടില്ലെന്ന് ഉള്ളത് എൻ്റെ തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാം പുറത്തു കൊണ്ടുവന്നത് എന്ന് ആനന്ദ് പറയാം. പെട്ടെന്ന് ധർമ്മം മുറ്റത്തേക്ക് ഇറങ്ങി വരുന്ന നിൽക്കുന്നത് ആര്യനും ആകാശം കാണുക. മാമൻ നിൽക്കുന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പൊ ധർമ്മന്റെ അടുത്തേക്ക് അവർ ചെല്ലുക. മാമ എന്നും പറഞ്ഞു വിളിക്കുക. പെട്ടെന്ന് ആനന്ദ് വിളിച്ചു പറയാ, മാമ, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ തെളിയിച്ചു മാമ എന്ന് പറയാണ് കേട്ടോ. മാമൻ നിരപരാധിയാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് ആകാശം പറയാം. ഇനി മാമൻ കൃഷ്ണമംഗലത്ത് നിൽക്കരുത്, മാമൻ ഇങ്ങോട്ട് തിരിച്ചു വാ എന്ന് ആര്യനും പറയാം. പെട്ടെന്ന് ധർമ്മം പറയാ, ഞാൻ നിരപരാധിയാണെന്ന് നീ തെളിയിച്ചു അല്ലേ എന്ന് ചോദിക്കാം. അതെ മാമ, ഞാൻ ആ പണം മോഷ്ടിച്ചില്ലെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് തെളിവ് വേണമായിരുന്നു അല്ലേ എന്നപ്പം ധർമ്മൻ ചോദിക്കുകയാണ് കേട്ടോ. മാമ അങ്ങനെ ഉദ്ദേശിച്ചല്ല, ഒന്നും വേണ്ട, ഇനി ഒന്നും പറയണമെന്നില്ല. അപ്പം ഗോമതിയും ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പം ഗോമതി അവിടെ നിൽക്കുന്നത് ധർമ്മം കാണുന്നുണ്ട്. തെളിവ് കിട്ടിയല്ലോ അല്ലേ എന്ന് ഗോമതിയോട് വിളിച്ച് ചോദിക്കാം. ഇപ്പം മനസ്സിലായല്ലോ ധർമ്മൻ ആരുടെയും 10 പൈസ മോഷ്ടിച്ചിട്ടില്ല എന്ന്. ധർമ്മ എന്ന് പറഞ്ഞപ്പം ഗോമതി വിളിക്കാം. ധർമ്മ എന്ന് വിളിച്ചാലേ എന്തോ ചേച്ചി എന്നും ചോദിച്ച് ഓടി വരുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. മണ്ടനായ ആ ധർമ്മനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. നിങ്ങളെയൊക്കെ ജീവന് തുല്യം സ്നേഹിച്ച ഒരു മണ്ടൻ ഉണ്ടായിരുന്നു. ഇന്ന് ഞാനതല്ല. എടാ ആനന്ദേ, ഞാൻ കള്ളനല്ലാന്ന് തെളിയിക്കേണ്ട എന്താവശ്യമാടാ നിനക്കുണ്ടായിരുന്നത് എന്ന് ചോദിക്കാം. അത് തെളിയിക്കാൻ ഇറങ്ങി. എന്തിനാടാ നീയായിട്ട് നിന്റെ ജീവിതം നശിപ്പിച്ചത്? നീ നിന്റെ ജീവിതത്തിൽ കുറച്ച് സ്വാർത്ഥനാകണമായിരുന്നു. വേണ്ടായിരുന്നടാ എന്ന് പറഞ്ഞിട്ട് ധർമ്മനകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പൊ വീണ്ടും അവരെല്ലാവരും മാമ എന്നും പറഞ്ഞ് വിളിക്കുകയാണേ. പെട്ടെന്ന് ധർമ്മം പറയും, ദേവമംഗലത്തിന്റെ പടി ഇറങ്ങുമ്പോൾ ഒരാള് പോലും എന്നെ ഒന്ന് വിശ്വസിച്ചില്ലല്ലോ എന്ന വേദനയോട് കൂടിയാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ ഞാൻ തെറ്റുകാരനല്ലെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. ദേവിയെ ഞാൻ ന്യായീകരിക്കുകയോ അവളുടെ ഭാഗം പറയുകയോ ഒന്നുമല്ല ഞാൻ ചെയ്യാൻ പോകുന്നേ. പക്ഷെ അവളുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ധർമ്മം പറയാണ്. ചിലപ്പം എനിക്ക് തോന്നിയതാകും എന്നും പറയും. അത് എൻ്റെ സംശയം മാത്രമായിരിക്കും എന്നും പറയാം.
എനിക്ക് വലിയ ബുദ്ധിയും ബോധമൊന്നും ഇല്ലല്ലോ, ആർക്കും വേഗം പറ്റിക്കാൻ പറ്റും. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. നീ അതുകൊണ്ട് അവളെ കൂടുതൽ വേദനിപ്പിക്കരുത്. നിന്റെ ജീവിതമാ, നീ തന്നെ തീരുമാനം എടുക്കണം. മറ്റുള്ളവർ പറയുന്നത് കേട്ട് തുള്ളാൻ നിന്ന് അവസാനം നഷ്ടം നിനക്ക് മാത്രമായിരിക്കും. അത്രയും പറഞ്ഞിട്ട് ധർമ്മനകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പൊ ധർമ്മന്റെ ആ വാക്കുകൾ എല്ലാവർക്കും വേദന നൽകുന്നുണ്ട്, പ്രത്യേകിച്ച് ഗോമതിക്ക്. ഇനി ഒരിക്കലും ധർമ്മൻ തന്നിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഗോമതിക്ക് ഏകദേശം തീർച്ചയായിട്ടുണ്ടേ. ഇതേ സമയം ദേവിയാണ്. ദേവിയുടെ റൂമിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാതെ ആകെ ചിന്തിച്ച് ഒരിടത്ത് ചടഞ്ഞുകൂടി ഇരിക്കുകയാണ്. അപ്പൊ ശ്രീകല അടുത്തേക്ക് വരിക, എന്തൊരു ഇരിപ്പായി ഇരിക്കുന്നേ എന്നുള്ള രീതിയിൽ ദേവിയെ വന്ന് വിളിക്കുകയാണ് കേട്ടോ. അമ്മ വിളിക്കുന്നത് പോലും ദേവി അറിയുന്നില്ല. മോളെ ദേവി എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കാം. എന്താ അമ്മേ എന്ന് ചോദിക്കുക. നീ ഇത് എന്തൊരു ഇരിപ്പായി ഇരിക്കുന്നത്? ദേ, നീ എന്താ ഈ ആഹാരം കഴിക്കാത്ത? എപ്പോൾ കൊണ്ട് വെച്ചതാ? എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയല്ലേ. നീ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്നപ്പം ദേവി ചോദിക്കുക. എന്നെ ഈ അവസ്ഥയിലാക്കിയത് ആരാ എന്ന് തിരിച്ചെല്ലാവരോടുമായി ചോദിക്കുക. ഉദയഭാനു അങ്ങോട്ട് വരിക. മോളെ, സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഇനി അതൊക്കെ ആർക്കും മാറ്റാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ വെറുതെ സംഭവിച്ചതാണോ അച്ഛാ എന്നപ്പം ദേവി ചോദിക്കുക. അല്ലല്ലോ, ഒന്നും വെറുതെ സംഭവിച്ചതല്ലല്ലോ എന്ന് വീണ്ടും ചോദിക്കുക. സ്വന്തം മോള് നല്ലൊരു കുടുംബത്തിൽ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഏതൊരു അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ഞങ്ങളും അങ്ങനെ ഒന്ന് ആഗ്രഹിച്ചു പോയി, അതിനു വേണ്ടി ശ്രമിച്ചു. അച്ഛന്റെ അവസ്ഥ മോൾക്ക് അറിയാവുന്നതല്ലേ? വലിയൊരു തുക സ്ത്രീധനം കൊടുക്കാനോ ഇട്ടുമൂടാനുള്ള സ്വർണം കൊടുക്കാനോ അച്ഛന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാം. പക്ഷേ അച്ഛന്റെ കയ്യിൽ ആകെ ഉള്ളത് കുറച്ച് കള്ളത്തരങ്ങൾ മാത്രം അല്ലേ അച്ഛാ എന്നപ്പോ ദേവി തിരിച്ചു ചോദിക്കാം. അല്ലേ എന്ന് വീണ്ടും പറയാം. അതല്ലേ അച്ഛൻ ആകെ സ്വന്തമായിട്ടുള്ളത്? അപ്പം ശ്രീകല പറയും, മോളെ, നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി മിണ്ടിപ്പോകരുത് നിങ്ങൾ രണ്ടുപേരും എന്ന്. അപ്പൊ ദേവി അവരോട് പറയാം, എൻ്റെ നല്ല ഭാവിയോ അനുഭവങ്ങളാ. തെറ്റുകളിൽ നിന്ന് മനുഷ്യനെ തിരുത്തി നേർവഴിക്ക് നയിക്കേണ്ടത്, നല്ല വഴിക്ക് നയിക്കേണ്ടത് അനുഭവങ്ങളാ. പക്ഷെ നിങ്ങൾ അങ്ങനെ നന്നായോ? ഒരിക്കൽ ഇതുപോലെ എൻ്റെ ജീവിതം അവസാനിപ്പിച്ച് ഒരു ഘട്ടം എത്തിയതാ. അന്നും നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ തകർന്ന് ഞാൻ വന്നിരുന്നതാ. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഗതിയില്ലാതെ തിരിച്ചെത്തിയതാ. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. അവിടുന്ന് ദൈവമായിട്ടാ എന്നെ ആ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചെത്തിച്ചത്. പക്ഷേ അപ്പോഴെങ്കിലും നിങ്ങൾ പഠിക്കുമെന്ന് ഞാൻ കരുതി. അപ്പോഴെങ്കിലും നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരുമെന്ന് ഞാൻ കരുതി. എൻ്റെ പൊന്നു മോളെ, അതിനുശേഷം അച്ഛൻ ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല എന്ന് ഉദയഭാനു പറയാം. അച്ഛന് നാണുമില്ലേ അച്ഛൻ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ? ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ലല്ലേ? അച്ഛൻ ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ലേ? ഇല്ല മോളെ, അച്ഛൻ നന്നായി മോളെ, സത്യം മോളെ എന്ന് ശ്രീകല അപ്പൊ പറയും. അച്ഛൻ നന്നായല്ലേ, നല്ലവനായല്ലേ, ഒരു നല്ലവൻ വന്നിരിക്കുന്നു എന്ന് അപ്പം ദേവി പറയാണ് കേട്ടോ. അച്ഛൻ ഒരാൾ കാരണമാ ആ മാമൻ കള്ളനായത്. ആ മാമൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നത്. ചങ്കു പൊട്ടിയാ അദ്ദേഹം ആ ദേവമംഗലത്ത് നിന്ന് ഇറങ്ങിപ്പോയത്. അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രാക്ക് എൻ്റെ തലമുകളിൽ നിൽക്കുമല്ലേ. ആ മനുഷ്യൻ്റെ കണ്ണീരാ എന്നെ ഇവിടെ വരെ എത്തിച്ചത് എന്ന് പറയാം. അത് പിന്നെ മോളെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നാണക്കേട് തോന്നുന്നില്ലേ? നിങ്ങളെ തന്നെ ഓർത്തിട്ട് ഇത്രയും അധപ്പതിക്കാൻ എങ്ങനെ മനുഷ്യന് സാധിക്കുന്നു? ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം ഒന്നും പറയുന്നില്ല. ഛേ, ഇങ്ങനുണ്ടോ മനുഷ്യര് എന്ന് ദേവി വീണ്ടും പറയാം. ദൈവം എന്നുള്ള ഒരാൾ ഉണ്ടച്ചാ, അതുകൊണ്ടാ എനിക്ക് ശിക്ഷ കിട്ടിയത്. പാടത്ത് ജോലിയും പരമ്പത്ത് കൂലിയും അച്ഛൻ കേട്ടിട്ടില്ലേ? നമുക്കിപ്പോൾ കിട്ടിയത് അതാ. അച്ഛൻ ചെയ്തതിനുള്ള ശിക്ഷയാ ഞാൻ അനുഭവിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ മുൻപിൽ മാമൻ എത്രമാത്രം അപമാനിക്കപ്പെട്ടു, എത്രമാത്രം വേദനിച്ചു. അതിൻ്റെ ഇരട്ടി ആ മുറ്റത്ത് വെച്ച് നമ്മൾ അപമാനിക്കപ്പെട്ടില്ലേ? ഞാൻ വേദനിച്ചില്ലേ? എൻ്റെ കണ്ണുനീര് വീണില്ലേ എന്ന് ചോദിക്കാം. അച്ഛൻ്റെ പ്രവൃത്തിക്ക് ദൈവം തന്ന ശിക്ഷയാത്. അച്ഛൻ്റെ മകളായ ഞാനും അത് അനുഭവിക്കാൻ ബാധ്യസ്ഥയാണല്ലോ. മോളെ, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഒരു ഓട്ടത്തിനിടയിൽ അച്ഛനൊരബദ്ധം. മിണ്ടിപ്പോകരുത്, നിങ്ങൾ ഇറങ്ങിപ്പോകാനാ പറഞ്ഞത്. രണ്ടും ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്നും പറഞ്ഞ് ദേവി ചെവി പൊത്തിപ്പിടിക്കാം. മോളെ, നീ ഒച്ച പിടിക്കല്ലേ, പുറത്താരോ വന്നിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് നീ ഒച്ച വെച്ച് സംസാരിക്കല്ലേ മോളെ. അച്ഛൻ എങ്ങനെയെങ്കിലും അവരൊന്ന് ഹാൻഡിൽ ചെയ്യട്ടെ എന്ന് പറയാം. പെട്ടെന്ന് വീണ്ടും ശ്രീകല പറയും, ഒച്ച വെക്കല്ലേ കേട്ടോ, അമ്മയും അച്ഛനും പോയി സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാം. അപ്പം ആരാ വന്നതെന്ന് അറിയാനായിട്ട് ഉദയഭാനു ശ്രീകലയും കൂടി ദേവിയെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചിരിച്ചിട്ട് പുറത്തേക്ക് പോവാം. ഈശ്വര, കടക്കാരെങ്കിലും ആകുമോ എന്നുള്ള ഭയം ശരിക്കും അവർക്കുണ്ട് കേട്ടോ. അപ്പൊ ആരാണ് വന്നിരിക്കുന്നത് അറിയാൻ ദേവിക്കും അത്രയധികം ആകാംക്ഷയുണ്ടേ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വന്നിരിക്കുന്ന അതിഥിയെ കാണിക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ലൈക്ക് ചെയ്യാനും